ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും അതേപോലെ അതിൻ്റെ പരിഹാരങ്ങളും നമ്മുടെ ശരീരം എന്തൊക്കെ സിംറ്റംസും സയൻസും ലക്ഷണങ്ങളാണ് നമുക്ക് കാണിച്ചിരുന്നത് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് പെയിലായിട്ടിരിക്കുന്നത്, വിളറിയിരിക്കുന്ന ഒരവസ്ഥ. പലരും പറയാറുണ്ട് എന്താണ് ഫേസ് ഇത്ര വിളറിയിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അത് മെയിനായിട്ടും B12 ഡെഫിഷ്യൻസിയാണ്. അപ്പൊ B12 ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കൻ, അതുപോലെ എഗ്ഗ്, കക്കിറച്ചി, ഇവയിൽ B12 ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഈ മൗത്തിന്റെ രണ്ട് കോർണറിലായിട്ടും മുറിവ് വരുന്ന ഒരവസ്ഥ, ഇങ്ങനെ എപ്പോഴും പൊട്ടി ഡ്രൈ പോലെ എപ്പോഴും പൊട്ടിയിരിക്കുന്ന ഒരവസ്ഥ. അത് മെയിനായിട്ടും B2 ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അപ്പൊ B2 ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ ലിവർ, ചിക്കൻ ലിവറിലായാലും ബീഫ് ലിവറിലായാലും B2 ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആൽമണ്ടിലും B2 ധാരാളം അടങ്ങിയിട്ടുണ്ട്. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ നെയിൽസ്, നീളത്തിൽ വരകൾ നെയിൽസിൽ കാണുന്നൊരവസ്ഥ, അത് മെയിനായിട്ട് അയൺ ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അപ്പൊ അയൺ ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ ചിക്കൻ ലിവർ, ബീഫ്, ചിക്കൻ, എഗ്ഗ്, ഇതിലൊക്കെ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഹീമയൺ ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഹീമയണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി പെട്ടെന്ന് അയണ് അബ്സോർബ് ചെയ്യും. പ്ലാന്റ് സോഴ്സ് ആവുമ്പോൾ നോൺ ഹീമയൺ ആണ് അടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, പ്ലാന്റ് സോഴ്സ്ഡ് ആയിട്ടുള്ള അയൺ എടുത്തതിന് ശേഷം നമുക്ക് കോഫി, അതുപോലെ ടീ, ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അയണിന്റെ അബ്സോർപ്ഷൻ അത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഫുഡ് ഈ പ്ലാന്റ് സോഴ്സ്ഡ് അയൺ എടുത്തതിന് ശേഷം നമ്മൾ എടുക്കണം, അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ കഫീൻ, ടീ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഒഴിവാക്കേണ്ടത് ആവശ്യകതയും ഉണ്ട്. അപ്പൊ ഏറ്റവും ബെറ്റർ ആനിമൽ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നെയിൽസിൽ വൈറ്റ് കളർ കുത്തു ഡോട്ട് വരുന്ന ഒരവസ്ഥ, അത് സിങ്ക് ഡെഫിഷ്യൻസി ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ സിങ്ക് ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബീഫിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഓയിസ്റ്ററിലൊക്കെ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും ബ്ലീഡിങ് ഗംസ്, അതായത് നമ്മൾ പല്ലൊക്കെ തേക്കുമ്പോൾ ചിലവരുടെ മോണയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവാറുണ്ട്. അത് മെയിനായിട്ട് വരുന്നത് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ലെമൺ ആയാലും ബെൽ പെപ്പർ ആയാലും അതുപോലെ തന്നെ ഓറഞ്ച്, അതുപോലെ പേരയ്ക്ക, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഐബ്രോ തിന്നിങ് വരുന്നത്, ഐബ്രോ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് ഈ ഒരു റീജിയണിൽ നിന്ന്, അത് മെയിനായിട്ട് അയഡിൻ ഡെഫിഷ്യൻസി ആണ് വരുന്നത്. നമ്മൾ കൂടുതലായിട്ടും സീ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ സീവീഡ് കിട്ടുന്നവർക്ക് അത് കഴിക്കുന്നത് നല്ലതായിരിക്കും, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അയഡിൻ അടങ്ങിയ ഉപ്പ് നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുക, കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അടുത്തൊരു ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ രാത്രി നമ്മൾ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുക, പ്രത്യേകിച്ച് കാലുകൾ റെസ്റ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കുക, ഉറങ്ങാനായിട്ട് അധികം സാധിക്കാത്തൊരവസ്ഥ. പിന്നെ ഈ കാഫ് മസിൽസിന് ക്രാമ്പിങ് വരുന്നൊരവസ്ഥ, അത് മെയിനായിട്ടും മാഗ്നീഷ്യം ഡെഫിഷ്യൻസി ആണ് വരുന്നത്. അപ്പം മാഗ്നീഷ്യം ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ പംകിൻ സീഡിലൊക്കെ ധാരാളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഹെയർ തിന്നിങ്ങിന്റെ ഒരു കാരണം ബയോട്ടിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം. സോ ബയോട്ടിൻ ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ എഗ്ഗില്, അതേപോലെ ബീഫ് ലിവറിൽ, ഇതിലൊക്കെ ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഞാൻ എഗ്ഗ് കഴിക്കാനാണ് പറയുന്നത്, കാരണം ഒരു ദിവസം ഒരു ആള് 3 എഗ്ഗെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബീഫ് ലിവറിലും ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം, ഈ ഹെയർ തിന്നിങ് വരുന്നവര് ആണെങ്കിൽ. പിന്നെ നമ്മുടെ കൈയും കാലൊക്കെ നല്ല തണുത്തിരിക്കുന്ന ഒരവസ്ഥ, അത് മെയിനായിട്ടും B12 ഡെഫിഷ്യൻസി ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു B12 അടങ്ങിയ ഫുഡ് കക്കിറച്ചി, അതേപോലെ തന്നെ ചിക്കൻ, മുട്ട, ഇതിലൊക്കെ B12 അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം, അതായത് ഡാർക്ക് സർക്കിൾസ് വരുന്നൊരവസ്ഥ, അത് മെയിനായിട്ടും അയൺ ഡെഫിഷ്യൻസി ആയിരിക്കാം. പിന്നെ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ആയിരിക്കാം. അപ്പൊ വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ ധാരാളം അടങ്ങിയിരിക്കുന്നത് നമുക്ക് ബ്രോക്കലിയിൽ, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അയൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അയൺ അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ ബീഫ്, ചിക്കൻ, ബീഫ് ലിവർ, ഇതിലൊക്കെ അയൺ, ഹീം അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്.
നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ഇതാണ് നമ്മൾ ഐസ് ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നുന്ന അവസ്ഥ. ഐസിനോട് പ്രത്യേകമായിട്ട് ഒരു ക്രേവിങ്സ് എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അത് മെയിൻ ആയിട്ട് അയൺ ഡെഫിഷ്യൻസി ആണ് വരുന്നത്. അപ്പോൾ അയൺ അടങ്ങിയ ഫുഡുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.